എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫെബ്രുവരിയിലെ ബുള്ളറ്റ് ജേണൽ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നറിയാം. ഒന്ന് പനി പിടിച്ചതാണ് ഗൈസ്, ആകെ ഒന്ന് കിടപ്പിലായി പോയി. സോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. ഇത് ഇനി ഇടണോ വേണ്ടിയോ എന്നൊക്കെ ഞാൻ തോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാം. കാരണം നിങ്ങൾ എന്തായാലും ഈ ഫെബ്രുവരിയിൽ ബുള്ളറ്റ് ജേണൽ റെഡി ആയാലും പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾക്ക് ബുള്ളറ്റ് ജേണൽ റെഡിയാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയാലോ. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ന്യൂ ആയിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ബിഗിനറിന് എങ്ങനെ ബുള്ളറ്റ് ജേണൽ എഴുതാന്ന് ഏറ്റവും ലാസ്റ്റ് ഞാൻ ബുള്ളറ്റ് ജേണൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ബിഗിനർ ആയിട്ടുള്ളവര് ഒന്ന് ലാസ്റ്റ് ഞാൻ റൈറ്റ് ചെയ്യുന്നേക്ക് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കുറച്ച് ന്യൂ ഐഡിയാസ് ഒക്കെ ഞാൻ ഈ മാസം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സൗണ്ട് ഇടയ്ക്ക് കുറച്ചൊന്ന് ഡൗൺ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഈ പനിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഓക്കെ ആയിട്ടില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എപ്പോഴും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മന്തിന്റെയും കവർ പേജ് ആണ്. ഈ ഫെബ്രുവരിയിലെ കവർ പേജ് ഞാൻ ഈ ഫെബ്രുവരി അറിയാലോ, കുറേ ഒരുപാട് സ്പെഷ്യൽ ഡേയ്സ് ഉള്ള ഒരു മന്താണ്. നമ്മുടെ വാലന്റൈൻസ് ഡേ വരുന്നുണ്ട്, ടെഡി ഡേ വരുന്നുണ്ട്, പ്രൊപ്പോസ് ഡേ വരുന്നുണ്ട്, റോസ് ഡേ വരുന്നുണ്ട്, ചോക്ലേറ്റ്സ് ഡേ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഡേയ്സ് ഉള്ള ഒരു മന്താണ്. സോ അതെല്ലാം കൂടി ഉൾപ്പെടുത്തുന്ന ഒരു തീമിലാണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേണലിന്റെ കവർ പേജ് കൊടുത്തത്. പിന്നെ അഫ്കോഴ്സ് അറിയാലോ, എല്ലാ പ്രാവശ്യവും ഒരു ജേണൽ കവർ പേജ് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കോട്ട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് ഓണല്ല, ഞാൻ വേറെ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കോട്ട്സ് ആണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള ആ മന്തുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കോട്ട്സ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് ഈ മാസത്തെ ഫെബ്രുവരിയിൽ ഗോൾസ് സെറ്റ് ചെയ്യാം. സോ ഞാനാണെങ്കിൽ ഈ ജാനുവരിയിൽ ഗോൾസ് എടുത്തപ്പോൾ ഈ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഗോൾസ് എടുത്തു. അതിൽ കുറച്ച് ഗോൾസ് വീതം എടുത്തൊന്ന് നമുക്കതൊന്ന് ഫുൾഫിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫെബ്രുവരി മാസത്തെ ഗോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത്. സോ പിന്നെ എനിക്ക് ഗോളാണെങ്കിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കലാപരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മെക്കോർ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഗോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ റെഫറൻസ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്നും നമ്മൾ ബുള്ളറ്റ് ജേണൽ യൂസ് ചെയ്യുന്നവരാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ബേസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഗോൾസ് ഒന്ന് എടുത്തിട്ട് റിവൈസ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എല്ലാ മന്തിലും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചിട്ടാണ് ഈ ജേർണൽസിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മേടിക്കാറ്. സോ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു പേജാണ് ഈ തിങ്സ് ടു ബൈ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഞാനിത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഡിസംബറിൽ ബുള്ളറ്റ് ജേണലിലാണ്. ബട്ട് അന്ന് എനിക്ക് കുറേ ഐറ്റംസ് ബൈ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചു. ബട്ട് ഹോപ്പ് എനിക്ക് ഇതെല്ലാം മേടിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിലും എനിക്ക് മേടിക്കാനായിട്ട് കഴിയില്ല എന്ന് തോന്നി കുറേ ഐറ്റംസുകൾ എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് മേടിക്കാൻ പറ്റി. സോ അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി എൻ്റെ ബഡ്ജറ്റ് സേവ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യണം, ആ ഒരു മൈൻഡോട് കൂടിയാണ് ഞാൻ അത് ചെയ്തത്. നെക്സ്റ്റ് ഒരു മൂഡ് ട്രാക്കറാണ്. അത് ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മൈൻഡ് ഇമോഷൻസ് ഒക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ മൂഡ് ട്രാക്കർ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കിയാൽ ബെനിഫിറ്റ് ഉണ്ടാകും. കുറച്ചധികം പല മൂഡ്സ് ആണ് എനിക്കുള്ളത്. സോ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മൂഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തത് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ ആണ് ഞാൻ ചെയ്യുന്നത്. സത്യത്തിൽ ഞാനിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ് ദാറ്റ്
ഈ ഹാബിറ്റ് ട്രാക്കറും നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഓരോ ഹാബിറ്റ്സുകളും നമ്മൾ ഓരോ ദിവസവും നമുക്ക് സമയം നമ്മൾ കണ്ടെത്തി നമ്മൾ ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. ഓരോ കളർ കോഡ് അനുസരിച്ച് നമ്മളിത് ഡണ്ണാണോ നോട്ട് ഡണ്ണാണോ എന്ന് കൊടുക്കുമല്ലോ. ആ സമയത്ത് ഞാൻ തന്നെ ടോട്ട് ചെയ്യും, അയ്യോ ഇന്ന് ചെയ്യാൻ പറ്റില്ല, അപ്പൊ നാളെയെങ്കിലും ഇത് ചെയ്യണം. അങ്ങനെ എനിക്ക് എന്റെ ഹാബിറ്റ്സ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീക്ക്ലി പ്ലാനർ സെറ്റ് ചെയ്യാം. ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമാണിത്. ഞാൻ ഓൾറെഡി ടു ഡു ലിസ്റ്റ് ദിവസവും ചെയ്യാറുണ്ട്. ടു ഡു ലിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഞാൻ എന്താ ബുള്ളറ്റ് ജേർണൽ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഒന്ന് പ്ലാൻ ചെയ്യും. അത് മാത്രമാണ് ഈ ബുള്ളറ്റ് ജേർണലിൽ ഞാൻ എഴുതാറും. ടു ഡു ലിസ്റ്റിലാണ് ഒരു ദിവസം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു മേ ബി ഞാൻ അതിൽ ടൈം വരെ ഫിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഹോപ്പ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ടു ഡു ലിസ്റ്റ് ആണ് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ എങ്കിൽ ഇത് ചെയ്യാം. രണ്ടും റിസൾട്ട് എന്തായാലും ഒരുപോലെ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഒരു ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 to 4 month ഒക്കെ ആയിക്കാണുള്ളൂ. ബട്ട് എനിക്ക് ഇതുവരെയും അച്ചീവ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ സ്ലീപ്പ് ട്രാക്കർ. അത് ഒരിക്കലും ബുള്ളറ്റ് ജേർണലിന്റെ ഒന്നും കുഴപ്പമല്ല, എന്റെ പ്രോബ്ലം ആണ്. എനിക്ക് എന്റെ സ്ലീപ്പ് പാറ്റേൺ ഒരു അക്കംപ്ലിഷ് ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റുന്നില്ല. ഇപ്രാവശ്യം ഞാൻ എങ്ങനെയാണ് എന്റെ സ്ലീപ്പ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 6 മണിക്കൂറിന് താഴെ ഉറക്കം ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അതും, അതേപോലെ 6 to 8 hours ആണ് എൻ്റെ സ്ലീപ്പ് എങ്കിൽ അത്, അല്ലെങ്കിൽ 8 hours മോർ ഞാൻ സ്ലീപ്പ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 കാറ്റഗറി ആയിട്ടാണ് എൻ്റെ സ്ലീപ്പ് പാറ്റേൺ ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് മന്ത് എൻഡ് ആകുമ്പോൾ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം എത്ര ദിവസങ്ങളാണ് എനിക്ക് 6 മണിക്കൂർ മാത്രം ഉറങ്ങാൻ പറ്റിയത്, 8 hours കൂടുതൽ ഉറങ്ങാൻ പറ്റിയത്. സോ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഐ ഹോപ്പ് മേ ബി ഇൻ ഫ്യൂച്ചർ എനിക്ക് നല്ലൊരു സ്ലീപ്പിംഗ് പാറ്റേൺ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇനി അടുത്ത ബ്രെയിൻ ഡംപ് ആണ് കേട്ടോ. മെയിൻ എൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആങ്കർ, ഫിയർ, ഡിസ്കറേജ്മെന്റ്സ് ആൻഡ് അതേപോലെ ഇൻകംപ്ലീറ്റ് ഗോൾസ്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെയിൻ ഡംപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാനപ്പ് ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ആക്റ്റീവ് ആകാനും കുറച്ചുകൂടി ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് അതെങ്ങനെ ഒന്ന് കൊണ്ടുപോകാം എന്നൊക്കെ ഒന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഗോൾസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. സോ നിങ്ങൾ അതുപോലെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതും എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഒരു ബുള്ളറ്റ് ജേർണലിൽ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഒരു 1 month ഞാൻ ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിൽ എന്തായാലും ഞാൻ ബുള്ളറ്റ് ജേർണൽ എഡിഷൻ ഇടുന്ന ടൈമിൽ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ്, ഇത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞുതരാം. ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്. നമ്മുടെ ലൈഫിൽ എന്ത് വലുതും ചെറുതുമായ അച്ചീവ്മെന്റ്സ് ഉണ്ടായാലും ഒന്ന് നോട്ട് ചെയ്യുക. ദിവസവും നമ്മൾ ഈ പേജൊക്കെ ഒന്ന് മറിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിച്ചു, ഇനിയും ചെയ്യാൻ പറ്റും.
സോ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ഒരു മന്തിൽ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇതൊരു നല്ലൊരു വർക്കിംഗ് പ്ലാനാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ. ഈ സംഭവം അറിയാലോ, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള തിങ്സുകൾ ഉണ്ടാകും, പിന്നെ വിഷമമുള്ള കാര്യങ്ങളുണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തോട്ട്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ മെമ്മറിയിലൊന്ന് ഓർത്ത് വെക്കാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ. ഇത് ആക്ച്വലി ഞാൻ ദിവസവും നൈറ്റ് തന്നെ ചെയ്യണമെന്നില്ല. മേ ബി ഞാൻ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പം ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റ്സ് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതാത് ഡേറ്റുകളിൽ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. സോ അതിപ്പോൾ ദിവസവും എനിക്ക് തന്നെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയും നമുക്ക് ഈ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ യൂസ് ചെയ്യാം. ഇതിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വാഷ് ടേപ്സും നമ്മൾ നേരത്തെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ബുള്ളറ്റ് ജേർണൽ റെഡിയായി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബുള്ളറ്റ് ജേർണൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഞാനൊരു ബുള്ളറ്റ് ജേർണൽ റൈറ്റ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് രാവിലെ മോർണിംഗ് എഴുന്നേറ്റിട്ട് ഞാൻ ഈ വീക്ക്ലി പ്ലാനറാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മെയിൻലി ഈ ഡേയ്സിൽ ഇപ്പോൾ മൺഡേ എന്ന് വെച്ചാൽ മൺഡേയിൽ എന്ത് കാര്യം മെയിൻലി എനിക്കൊന്ന് പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യും. പിന്നെ വന്നിട്ട് ബാക്കി ഞാൻ ചെയ്യുന്നത് നൈറ്റിൽ വന്നിട്ട് എൻ്റെ ജസ്റ്റ് ഗോൾസ് ഒക്കെ ഒന്ന് നോക്കും. അതിനുവേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ ആലോചിക്കും. പിന്നെ എന്തെങ്കിലും തിങ്സ് ഒക്കെ ബൈ ചെയ്യാൻ പറ്റിയോ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കും. സോ അപ്പോൾ നമ്മൾ ഓരോന്നും മേടിച്ചിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നുമോ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റി അങ്ങനെ. പിന്നെ ഓരോ ദിവസത്തെ മൂഡ് ട്രാക്കർ, എൻ്റെ ആ ഒരു മൈൻഡ് ഇങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെ കളർ കോഡ് വെച്ചിട്ട് നോട്ട് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് ഹാബിറ്റ് ട്രാക്കർ. അതിങ്ങനെ ഓരോ ദിവസവും കളർ കോഡ് അനുസരിച്ച് ഇന്ന് എനിക്കിപ്പോൾ റൈറ്റിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. നെക്സ്റ്റ് വീക്ക്ലി പ്ലാനർ ഒന്നുകൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് സ്ലീപ്പ് ട്രാക്കർ. നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമും ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് രാവിലെ മോർണിംഗ് ഇത്ര മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ അറിയാം. അപ്പം ആ ഒരു സ്ലീപ്പിംഗ് അവർ ഞാൻ നോട്ട് ചെയ്യും, എത്ര മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ള സംഭവം. പിന്നെ ബ്രെയിൻ ഡംപ്, അങ്ങനെ എനിക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓക്കെ ആക്കി എടുക്കണമെന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് ഞാൻ തിങ്ക് ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാൻ, അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഓരോ ദിവസം കൊണ്ടുവരാം, ചിലപ്പോൾ ഓരോ ദിവസം ഓരോരോ പ്ലാൻ ഐഡിയാസ് ഒക്കെ ആയിരിക്കും, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അച്ചീവ്മെന്റ്സ്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും, അത് ചെറുതായിക്കോട്ടെ, അതിപ്പോൾ വലിയ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാകണമെന്നില്ല, എന്ത് തന്നെ ആണെങ്കിലും ഞാൻ നോട്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു ഹാബിറ്റ്സ്. പിന്നെ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ, അത് ഞാൻ ചെയ്യാണ്. ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എഴുതിക്കുന്നത് ഐ ആം റിയലി വെരി പ്രൊഡക്റ്റീവ് ടുഡേ, സോ വെരി ഹാപ്പി ആൻഡ് താങ്ക് ഗോഡ് എന്നാണ് ഞാൻ എഴുതിയത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ബുള്ളറ്റ് ജേർണൽ റെഡിയാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.